ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെയർകേസ് റൂമിന് റൂഫ് ഷീറ്റ് ഇടുന്ന ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്നതിന് തോന്നുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനേബിൾ ചെയ്ത് നോക്കുക. അധികം മുഖവിലില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് റൂഫ് ഷീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കല്ല് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം പണിയില്ലാതെ തന്നെ മെനക്കേടില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കല്ല് വെച്ചതുകൊണ്ട് കുറച്ച് ഉപകാരമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ വർക്ക് അത്രയും തന്നെ സ്പീഡായി കിട്ടുന്ന പ്രതീക്ഷയിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ 2-1 പൈപ്പാണ് അടിച്ചു കൊടുക്കുന്നത്. 2-1 പൈപ്പിനെ കൂടെ ഇവിടെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് 6mm ഡ്രില്ലിട്ടിട്ട് അടിച്ചതിന് ശേഷം 8mm TMT ബാർ ഇട്ടിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് അങ്ങോട്ടല്ല നമ്മളിപ്പോൾ അടിച്ചത്, ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടു അങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഒരു 4 എണ്ണം വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനോണ്ടിട്ട് ഇങ്ങനെ ചരിച്ചിട്ടാണ് TMT ബാർ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കല്ലിലേക്കെല്ലാം ആഴ്ന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് എളുപ്പമായിരിക്കും. 2-1 പൈപ്പ് ആ കമ്പിക്ക് വെൽഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് 2 സ്ലോപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് ലെവൽ വെച്ചിട്ട് ഇതിൻ്റെ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ആംഗിൾ നമ്മൾ ഈ ബിബലിലേക്ക് അടിക്കുന്നു. 2-3 കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ആ ആംഗിൾ വരുന്നത്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൈപ്പ് നമ്മൾ ഈ ചുമരിൻ്റെ ലെവലിലാക്കിയിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനിഷിങ് തേപ്പ് ലെവലാവും. അപ്പോൾ അത് നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് ചെയ്തിട്ട് ലെവലാക്കിയതിന് ശേഷം ഒന്ന് വെൽഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിലും അങ്ങനെ തന്നെ വെൽഡ് ചെയ്യുന്നു കേട്ടോ. ഈ ഭാഗത്ത് നല്ല സ്ട്രോങ്ങിൽ തന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. 3-1.5 രണ്ടാമത്തെ പൈപ്പ് പിടിപ്പിക്കാണ്ട് പോയിരുന്നത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ അളവെടുത്തിട്ട് കുറച്ച് താഴെ ഓവറായി കുറച്ച് മുകളിൽ ആ മതി. ഒന്നര വീതി 1/8 കനമുള്ള ഫ്ലാറ്റാണ് നമ്മൾ ഇതിൻ്റെ അടപ്പായിട്ട് എടുക്കുന്നത്. 2 അറ്റത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് ചരട് കെട്ടിയതിന് ശേഷമാണ് അത് ലെവൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു മുട്ട ലെവലിൽ വെക്കുക. ഇത് ഫ്രണ്ടിലെ ആ ഒരു സ്ലോപ്പിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ 3 എണ്ണം നമുക്ക് ആവശ്യമുള്ളത്. അതും ഇങ്ങനെ തന്നെ മുകളിൽ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരിഞ്ച് പൈപ്പിന് വേണ്ടി ക്യാപ്പാക്കാൻ വേണ്ടി ഇത് മടക്കി കൊടുക്കുകയും ഈ ഒരു ഭാഗം മാത്രം വെച്ച് മുറിച്ചെടുക്കുക. ഡാമർ വെച്ചിട്ട് ഈ കാണുന്ന പോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലോസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്യാപ്പായി നല്ല വൃത്തിയില്ലേ. അപ്പോൾ ഫ്രണ്ടിലെ സ്ലോപ്പിലേക്കുള്ള 1 ഇഞ്ചാണ് നമ്മൾ ആദ്യം തന്നെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് സ്പീഡ് ലെവൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. മുകളിലൊരു ഒന്നൊക്കൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ താഴെ ഒന്ന് അടിക്കണം. എന്നാൽ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ 1 മീറ്ററിൽ കവിയാത്ത ഒരളവാണ് കേട്ടോ വെക്കൽ. അപ്പോൾ നമുക്ക് 97 സെൻറ്റിമീറ്റർ കിട്ടി കേട്ടോ. അത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്കിനിയിപ്പോൾ സപ്പോർട്ട് അടിക്കണം. ഷീറ്റ് പാറിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ സൈഡിൽ സപ്പോർട്ട് അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2-1 ഇങ്ങനെ ക്യാപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ TMT കമ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തേപ്പിൻ്റെ ഉള്ളിൽ ഫില്ലായി കിട്ടും. നമ്മൾ നേരത്തെ അടിച്ച 2-1 പൈപ്പിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും TMT ബാർ വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 4ാമത്തെ ഭാഗം. ഇനി പ്രൈമർ അടിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് അപ്പോക്സി പ്രൈമർ തന്നെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളല്ല കേട്ടോ പാർട്ടി അടിച്ചിന്. അപ്പോൾ പാർട്ടി നല്ലൊരു പെയിൻറ്ററെ കൊണ്ട് തന്നെ ക്ലീനായിട്ട് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഷീറ്റ് ഇടുന്ന കാണാം.
ഈ ഒരു ഷീറ്റ് 20 അടിയില്ല കേട്ടോ. ഈ ഒരു നീളം വരുന്നത് 20 ഫീറ്റാണ്. ശരിക്കും ഇങ്ങനെ ഉരച്ചു കൊണ്ടുപോകുന്നത് നല്ലതെന്നല്ല, പക്ഷെ നീളമുള്ളതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഈ കട്ടിങ് കണക്കാക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഈ കട്ടിങ് കണക്കാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെവലിൽ കിട്ടും. അതുപോലെ തന്നെ ബാക്ക് ഈ കാണുന്ന പോലെ ഇടുക. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ ഷീറ്റ് ഇട്ടതിന് ശേഷം അളവെടുക്കൽ. ഫ്രണ്ടിൽ നമ്മൾ ആ 20 അടി നേരത്തെ ആ പൈപ്പ് വരുന്ന അതേ നീളം തന്നെ വെക്കുന്നത്. അപ്പോൾ ഇതിനെ തിരിക്കുന്ന തീർക്കാൻ വേണ്ടി ആദ്യത്തെ ഷീറ്റിന് ഒറ്റൊരു ബോൾട്ട് മാത്രമേ അടിച്ചുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ഷീറ്റ് കയറ്റിയതിന് ശേഷമാണ് ബാക്കിൽ അളവെടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തിരിക്കം തീർത്തതിന് ശേഷം മാത്രമേ കംപ്ലീറ്റ് ബോൾട്ട് അടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ക്രോസ് തെറ്റൂല. ആദ്യം ഈ 2 ഷീറ്റ് തമ്മിലുള്ള ജോയിൻറ്റ് താഴോളം ബോൾട്ട് അടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള അടിക്കുന്നതായിരിക്കും നല്ലത്. സെൻട്രലിൽ അടിക്കുന്ന ബോൾട്ട് ഈ പോയിന്റ് നോക്കിയിട്ട് ഇവിടെ തന്നെ അടിക്കണം കേട്ടോ. നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് ഈ ബോൾട്ടുമ്മലേക്ക് വെച്ചിട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മളെ ഷീറ്റ് ഇടലിൽ 3 എണ്ണം ഇട്ട് ഇനി 4ാമത്തത് ഇടാൻ വേണ്ടി പോയിന്ന്. മൊത്തം 5 ഷീറ്റുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എഴുതാം. നമ്മൾ ഈ ചവിട്ടുന്ന ഈ ഒരു ഭാഗം കാണുന്നില്ലേ, ആ ഒരു ഭാഗത്താണ് സ്ക്വയർ പൈപ്പ് വരിക. അപ്പോൾ ഇത് കട്ടി കുറഞ്ഞ ഷീറ്റ് നടക്കും കേട്ടോ. സാധാരണ ഇത് 3.5 ആണ്. 3.5 ഒരു 4.0 വരെയെല്ലാം നടക്കും. പിന്നെ 0.5 എല്ലാം നമുക്ക് ടാപ്പ് വെച്ചിട്ട് തന്നെ അളക്കേണ്ടി വരും. ഉണ്ടാവും. പിടിച്ചുതരാം. ഷീറ്റ് തമ്മിലുള്ള ജോയിനിൽ 3.5-ൻ്റെ 1.5 അടിയുടെ കോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, ഫ്രിഡ്ജല്ല. അങ്ങനെ റിഡ്ജും അടിച്ചു കഴിഞ്ഞ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ റൂഫിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക. ഫ്രണ്ടിലേക്ക് കുറച്ച് സ്ലോപ്പ് അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് 38 ഇഞ്ചിൻ്റെ ഒരു ഷീറ്റും പീസ് ഷീറ്റ്, താഴേക്ക് വരുന്നത് 20 ഫീറ്റിൻ്റെ ഷീറ്റുമാണ്. അപ്പോൾ ഏതൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. നമുക്ക് ബാക്കി ഔട്ട്റോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. ബൈ.